റേഷൻ അരി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ LDF ബഹുജന പ്രക്ഷോഭത്തിലേക്ക് ഫെബ്രുവരി 18 മുതൽ 18-ാം തീയതി രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തും. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. കേരളത്തിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന റേഷൻ സമ്പ്രദായം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ ശക്തമായ ബഹുജന സമരത്തിനാണ് LDF യോഗം ആഹ്വാനം ചെയ്തത്. വരുന്ന ജനുവരി 12-ന് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ അതിർത്തിയിൽ മാർച്ചും ധർണയും പൊതുയോഗവും നടത്തും. നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ കേന്ദ്ര നിലപാടിനെതിരെ തുടർന്ന് പ്രചരണ ജാഥകൾ നടത്തും. ഫെബ്രുവരി 18-ന് രാജ്ഭവനിലേക്ക് വമ്പിച്ച ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വൈക്കം വിശ്വൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2 ലക്ഷത്തിന്റെ കുറവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നിയമം പാസാക്കുമ്പോൾ ഈ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിന് അരി ലഭിക്കുന്നില്ലെന്നും അത് പരിഹരിക്കണമെന്നും UDFന്റെ ഗവൺമെന്റിന് പറയാനോ അതിനുവേണ്ടി നടപടി സ്വീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന് ദോഷകരമായ വിവിധ വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിന് മാത്രമായിട്ടൊരു ഇളവ് അനുവദിക്കാനാവുകയില്ല എന്നാണ് കേന്ദ്ര മന്ത്രിമാരുടെ നിലപാട്. CPI എക്സിക്യൂട്ടീവ് യോഗത്തിൽ CPM മന്ത്രിമാർക്കെതിരെ വിമർശനമുണ്ടായതായി അറിയില്ല. ഇതിന്റെ പേരിൽ പാർട്ടികൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയുമില്ല. CPI മന്ത്രിമാർക്കെതിരായ AK ബാലന്റെ പരാമർശം വ്യക്തിപരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര നയത്തിനെതിരായി ശക്തിയായ ഒരു പ്രക്ഷോഭണ സമരം അനിവാര്യമായി വന്നിരിക്കുന്നു. ഇതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് ചേർന്ന് തീരുമാനിച്ചത് ഈ ജനുവരി 12-ാം തീയതി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലെ പ്രധാന കേന്ദ്രങ്ങളിലും കോർപ്പറേഷനുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലും സായാഹ്ന ധർണയും പ്രകടനവും പൊതുയോഗവും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 18-ന് രാജ്ഭവനിലോട്ട് ഒരു വലിയ ജനകീയ മാർച്ച് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. KSRTC പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സുശീൽ ഖന്ന റിപ്പോർട്ട് ലഭിച്ച ശേഷം വിശദമായ ചർച്ച നടത്താമെന്നും LDF യോഗത്തിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഈ മാസം 6, 7, 8 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതത് സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയങ്ങൾ യോഗം ചർച്ച ചെയ്യും. 5-ന് ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗം അജണ്ടകൾക്ക് അന്തിമ രൂപം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അറിയിച്ചു. CPMന്റെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി ആദ്യമായാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. പൊതുസമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഈ മാസം 6, 7, 8 തീയതികളിലാണ് കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുന്നത്. 5-ാം തീയതി പോളിറ്റ് ബ്യൂറോ യോഗം AKG സെന്ററിലെ സെക്രട്ടേറിയറ്റ് ഹാളിൽ ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നയം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. മറ്റ് അജണ്ടകൾക്ക് 5-ന് ചേരുന്ന PB യോഗം അന്തിമ രൂപം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ഈ ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിക്ക് പുറത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് കൂടാറുള്ളത്. കൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുമ്പൊക്കെ ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇത്തവണ കേരളത്തിൽ നടത്തണം എന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുകയും അതിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പാട് ചെയ്യുകയുമാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. കേന്ദ്ര കമ്മിറ്റിയോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പങ്കെടുക്കും. 7-ാം തീയതിയാണ് പൊതുസമ്മേളനം. MR സജേഷ്, തിരുവനന്തപുരം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഘടകകക്ഷികളുടെ അന്ത്യശാസനം. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. പ്രശ്നപരിഹാരത്തിന് KPCC അധ്യക്ഷൻ VM സുധീരൻ രാഷ്ട്രീയകാര്യ സമിതി യോഗം വിളിച്ചു. എന്നാൽ യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉമ്മൻചാണ്ടി. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ കടുത്ത അതൃപ്തിയാണ് UDF യോഗത്തിൽ ഘടകകക്ഷികൾ ഉന്നയിച്ചത്. ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി തുറന്നടിച്ചു. ഇത് വെറും സമയം മെനക്കെടുത്തലാണ്. പ്രതിപക്ഷ സമരങ്ങൾക്ക് ശക്തി വേണമെങ്കിൽ യോജിപ്പുണ്ടാകണമെന്നും ലീഗ് നിലപാടെടുത്തു. കോൺഗ്രസിലെ തർക്കങ്ങൾ തുടർന്നാൽ മുന്നണി ശിഥിലമാകുമെന്ന് JDUവും വിമർശിച്ചു. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അങ്ങനെയല്ല, ഒരു ഗവൺമെന്റ് വിമർശനങ്ങളെയൊക്കെ ഞാൻ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ആളാണ്. ജനാധിപത്യത്തിൽ അത് വിമർശനങ്ങളോട് ഒരിക്കലും അസഹിഷ്ണുതയില്ല. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ
ഏത് ഭാഗത്തു നിന്നും നല്ല നിർദ്ദേശങ്ങൾ വന്നാലും വിമർശനങ്ങൾ വന്നാലും അതിനെ സ്വീകരിക്കും. 6 മാസം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ വന്നാൽ അത് എ കെ ആന്റണിയുടെ കാലത്തും ഉമ്മൻചാണ്ടിയുടെ കാലത്തും ശ്രീ കെ കരുണാകരൻ്റെ കാലത്തും എല്ലാം 6 മാസക്കാലം ഒരു വലിയ ശക്തമായ സമരപരിപാടികളുമായി പോകാറില്ല. അത് UDFന്റെ എല്ലാ കാലത്തുമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ്. പാർട്ടിയിലെ പ്രശ്നപരിഹാരത്തിനായി ഈ മാസം 14-ന് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കുമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ കോൺഗ്രസിലെ പ്രശ്നപരിഹാര ചർച്ചകളും വീണ്ടും പ്രതിസന്ധിയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തോട്ടണ്ടി വാങ്ങിയതിൽ നഷ്ടമുണ്ടെന്ന് കാണിച്ച് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ കോടതിയെ സമീപിച്ച പരാതിക്കാരന് വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശനം. വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ട് അതേ പരാതിയുമായി സമീപിക്കുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് കോടതി ചോദിച്ചു. കേസിൽ വിജിലൻസിന്റെ പ്രാഥമിക പരിശോധന ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു കോടതിയുടെ വിമർശനം. മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരായ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് A റഹീമിനെ വിജിലൻസ് കോടതി വിമർശിച്ചത്. വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയ ശേഷം അതേ പരാതിയുമായി എന്തിനാണ് കോടതിയെ സമീപിച്ചതെന്ന് കോടതി പരാതിക്കാരനോട് വാക്കാൽ ആരാഞ്ഞു. കേസ് അന്വേഷണത്തിന്റെ മേൽനോട്ടം കോടതി വഹിക്കണമെന്ന് പരാതിക്കാരൻ ആവശ്യപ്പെട്ടുവെങ്കിലും ആവശ്യം കോടതി നിരസിച്ചു. കേസിൽ ഫെബ്രുവരി 17 മുമ്പ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ വിജിലൻസ് ഡയറക്ടറോട് ആവശ്യപ്പെട്ടു. സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണോ പരാതിക്കാർ കോടതിയെ സമീപിക്കുന്നതെന്ന് വിജിലൻസ് അഭിഭാഷകനോട് കോടതി ആരാഞ്ഞു. വിജിലൻസിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് വക്കം ശശീന്ദ്രൻ പരാതിക്കാരന് വേണ്ടി കോടതിയിൽ ഹാജരായി. ആഭ്യന്തര വിപണിയിൽ നിന്ന് തോട്ടണ്ടി വാങ്ങിയത് വഴി 1.34 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പരാതിയിലെ ആരോപണം. കേസിൽ ത്വരിത പരിശോധന ആരംഭിച്ചതായി വിജിലൻസ് തിരുവനന്തപുരം കോടതിയെ അറിയിച്ചു. സുപ്രധാനമായ കേസുകളിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം വിജിലൻസ് ആസ്ഥാനത്ത് വിജിലൻസ് ഡയറക്ടർ വിളിച്ചു ചേർത്തു. കേസുകളിലെ അന്വേഷണ പുരോഗതി അന്വേഷണ ഉദ്യോഗസ്ഥർ സമയാസമയങ്ങളിൽ വിജിലൻസ് ഡയറക്ടറെ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങളിൽ ദില്ലിയിൽ ചേരുന്ന GST കൗൺസിലിന്റെ ആദ്യ ദിന യോഗത്തിൽ തീരുമാനമായില്ല. കേന്ദ്രത്തിന്റെ നിലപാടനുസരിച്ച് നാളത്തെ യോഗത്തിലും തർക്കം പരിഹാരത്തിനുള്ള സാധ്യതയില്ലെന്ന് സംസ്ഥാന ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. നോട്ട് അസാധുവാക്കിയതിന് ശേഷമുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ മാന്ദ്യവിരുദ്ധ പാക്കേജ് അനുവദിക്കണമെന്ന് നാളെ കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. എഴുത്തുകാരെ തരംതിരിച്ച് ഭിന്നിപ്പിക്കാനാണ് ശ്രമമെന്ന് നോവലിസ്റ്റ് C രാധാകൃഷ്ണൻ. എഴുത്തുകാർ അനീതിക്കെതിരെ എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ നിലപാടിനൊപ്പം മാറി മറിയേണ്ടതല്ല സാഹിത്യകാരന്റെ നിലപാടെന്ന് മുഖ്യമന്ത്രിയും കൂട്ടിച്ചേർത്തു. സിനിമാ പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നു. ജനുവരി 10 മുതൽ A ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ടേക്കും. ഇതിനിടെ മലയാള സിനിമ കനത്ത നഷ്ടത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ സമരം വേഗം അവസാനിപ്പിക്കണമെന്ന് ഫെഫ്ക ആവശ്യപ്പെട്ടു. KSRTC ജീവനക്കാർ നാളെ നടത്താനിരുന്ന സമരം പിൻവലിച്ചു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ജീവനക്കാരുടെ DA കുടിശ്ശിക നൽകാനും തീരുമാനമായി. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനം സർക്കാരിനില്ലെന്ന് AK ശശീന്ദ്രൻ വ്യക്തമാക്കി. KSRTCയിലെ ശമ്പള പ്രതിസന്ധിയും DA വിഷയവും ചർച്ച ചെയ്യാനാണ് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ KSRTCയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചത്. വായ്പ ലഭിക്കുന്ന മുറയ്ക്ക് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും നൽകും. തൊഴിലാളികളുടെ ആനുകൂല്യം നിഷേധിക്കുന്ന സമീപനം സർക്കാരിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്നും DAയും ജീവനക്കാർക്ക് ഉടൻ നൽകുമെന്നും യോഗത്തിനു ശേഷം മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ മാസം ചെയ്തതുപോലെ 2 ഗഡു നാളെ കാശ് കിട്ടിയാൽ മുഴുവൻ കിട്ടാൻ കാത്തു നിൽക്കില്ല. എന്നാണോ കാശ് കിട്ടുന്നത് പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഉടനെ തന്നെ ജീവനക്കാർക്ക് വിതരണം ചെയ്യുക എന്നൊരു മെക്കാനിസമാണ് ഇപ്പോൾ മനസ്സിൽ കാണുന്നത്. ചർച്ചയിലുണ്ടായ ധാരണയെ തുടർന്ന് സമരം പ്രഖ്യാപിച്ച ജീവനക്കാർ അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. KSRTCയുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച സുശീൽ ഖന്നയുമായി ഈ മാസം 15-ന് ചർച്ച നടത്തും. പ്രാഥമിക റിപ്പോർട്ട് ഉടൻ നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ കർശനമായി നടപ്പാക്കുമെന്നും KSRTCയുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭിന്നിച്ചു നിൽക്കുന്ന സമാജ്വാദി പാർട്ടിയിൽ സമവായ ശ്രമങ്ങൾ തുടരുന്നു. പാർട്ടി ചിഹ്നത്തിനായി തർക്കമുറുകവെ മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ശിവ്പാൽ യാദവും കൂടിക്കാഴ്ച നടത്തി. മുതിർന്ന നേതാവ് അസം ഖാന്റെ മധ്യസ്ഥതയിലാണ് സമവായ ചർച്ചകൾ നടക്കുന്നത്. അതേസമയം അഖിലേഷ് യാദവ് വിഭാഗത്തിനു വേണ്ടി സൈക്കിൾ ചിഹ്നത്തിൽ അവകാശമുന്നയിച്ച് രാംഗോപാൽ യാദവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. കൊല്ലത്ത് നിന്നും 2 വർഷം മുമ്പ് കാണാതായ കൃഷ്ണകുമാറിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൃഷ്ണകുമാറിനെ കൊന്ന് സെപ്റ്റി ടാങ്കിൽ തള്ളിയ റോയി തന്നെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസിന് കാണിച്ചു കൊടുത്തത്. കേസിൽ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ട്.
ശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് കൃഷ്ണകുമാറിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കാലിന്റെയും കൈയുടെയും താടിയിലിന്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. തലയോട്ടി അടക്കമുള്ള ഭാഗങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്താനായില്ല. മൃതദേഹത്തിലെ വലിയ എല്ലുകൾ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റി വേറെ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചെന്ന് പ്രതി റോയ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. 2014 നവംബർ 11 ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിട്ടയച്ച കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തുന്നത്. റോയിയുടെ ഭാര്യയെയും മകളെയും ശല്യപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു കൊല. സംഭവം നടന്ന 2 വർഷത്തിന് ശേഷം കഴിഞ്ഞയാഴ്ചയാണ് മദ്യലഹരിയിൽ പ്രതികൾ കൃഷ്ണകുമാറിനെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് വിളിച്ചു പറഞ്ഞത്. കേസിൽ 2 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. ചിനക്കട സ്വദേശികളായ കുഞ്ഞുമോൻ, അയ്യപ്പൻ എന്നിവരാണ് ഒളിവിൽ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.